പിന്നെ രാത്രി 3 മണിക്ക് നമ്മുടെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയമുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനം സന്തോഷം കിട്ടുന്ന ഒരു സമയമാണ്. അതിന് 1000 മില്യൺ ദിറംസ് ഉണ്ടെങ്കിലും ഓർക്ക് കിട്ടൂല. അത്ര സമാധാനം ആ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമ്മ പടച്ചവനോട് ദുആ ചെയ്യുന്നുണ്ടല്ലോ, അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്തിട്ട് നിൽക്കുന്ന സമയം. കാരണം 7ാം ആകാശത്ത് നിന്ന് അള്ളാഹു വന്നിട്ട് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയമാണ്. അള്ളാഹിന്റെ അടിയിൽ നമുക്ക് ഒരു മറയില്ലാത്ത സമയമാണ് തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കാരത്തിൽ എന്താ പറയുക, നമ്മ അത്രത്തോളം നമ്മ ദുആ ചെയ്തെങ്കിൽ അള്ളാഹു കേൾക്കുന്ന സമയമാണ്. അപ്പം ആ സമയമാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയം. ഏറ്റവും കൂടുതൽ സന്തോഷവും ഏറ്റവും കൂടുതൽ സമാധാനങ്ങൾ കിട്ടുന്ന സമയം ആ സമയമാണ്. മാഷാ അല്ലാ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്കെല്ലാം അനുഭവം ഉണ്ടാവും ഇൻഷാ അല്ലാ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, മനസ്സിലായോ? കാരണം അത് നമ്മുടെ അനുഭവത്തിൽ വരും. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം ഞാൻ അനുഭവിച്ച ആളാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾക്ക് വരും അത്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ അതിൽ ഭയങ്കര ഗുണമാണ്. പിന്നെ സലാത്തല്ല, സലാത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആൾക്കാർ നമ്മൾക്ക് എന്തെല്ലാം പറയാനുണ്ടാവും. കുറേ ആൾ കുത്തിത്തിരിപ്പിൻ്റെ ആൾക്കാരുണ്ടാവും, കുറേ ആൾ എന്താ പറയുക ഫിത്തിനാക്കുന്ന ആൾക്കാരുണ്ടാവും, കുറേ ആൾ തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊന്നും നമുക്ക് കേൾക്കില്ല സലാത്തിൽ. അപ്പോൾ സലാത്ത് ചെല്ലുമ്പോൾ നമ്മൾ അള്ളാഹു എപ്പോഴും പ്രൊട്ടക്ഷൻ ചെയ്യും. അള്ളാഹു നമുക്ക് എപ്പോഴും പ്രൊട്ടക്ഷൻ ചെയ്യുന്ന സംഭവമാണ് സലാത്ത്. അപ്പോൾ സലാത്ത് ചെല്ലിയാൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും, നമുക്ക് സമാധാനം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഫസ്ദാനെ പറ്റി പറയാം. മാഷാ അല്ലാ, ഷേഖ് ഹംദാൻ എന്താ പറയുക, ഒരു ഭയങ്കര മനുഷ്യനല്ലേ. ഒരു എന്താ പറയുക, നമുക്കെല്ലാം ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരുന്ന, ഒരുപാട് നമുക്കൊക്കെ എല്ലാ കാര്യത്തിലും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഷേഖ് ഹംദാൻ. മാഷാ അല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ.